പണ്ട് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അരുവിയാണ് കേട്ടോ. ആ അരുവിയുടെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. വറ്റി വരണ്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പം നമ്മൾ ചെറിയൊരു ട്രെക്കിങ്ങിന് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെ നമ്മളങ്ങനെ നടന്ന് ചെറിയൊരു വടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴി അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ പുല്ലൊക്കെ എന്താ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്നാറാണെങ്കിൽ തന്നെ ഈ ഒരു ടൈമിൽ ഇവിടുത്തെ പുൽമേടുകളൊക്കെ അവസ്ഥ ഇത് തന്നെയായിരിക്കും കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വനപാലകർ വന്ന് തീയിടാറുണ്ട്. മീൻസ് നാച്ചുറലായിട്ട് തീ ഉണ്ടായിട്ട് എങ്ങും ഒരു കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ അവർ തീ ഇട്ടിട്ട് അണച്ചിട്ടേ പോവാറുള്ളൂ. അപ്പം ഇത് കുറച്ച് നാൾ കഴിയുമ്പം ഇവിടെയും വന്നവർ തീയിടും. ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട്. മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് വന്യമൃഗങ്ങളുടെയൊക്കെ കാഷ്ടങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദൂരെ ഒരു വലിയ പാറ ഉണ്ടായിരുന്നു. ആ പാറയുടെ മുകളിൽ ഞങ്ങൾ കയറുകയാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം നല്ല സൂപ്പർ വ്യൂ കിട്ടുമെന്ന്. നമ്മുടെ ദൂരെ കാണുന്നത് സൂര്യനെല്ലി ഭാഗവും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഗുണ്ടുമല അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ആനയിറങ്കൽ ഡാം ഇവിടെ നിന്ന് നല്ല വിസിബിളായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഈ ഡാമിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും ഈ ഡാമിൻ്റെ വ്യൂ ആണ് നമുക്ക്. ആ ഡാമിനെ ചുറ്റിപ്പറ്റിയാണ് ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് ചെന്നാലും നമ്മുടെ ഈ ഡാം ആനയിറങ്കൽ ഡാം നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ കാഴ്ചകളൊക്കെ ഉണ്ടോ നിങ്ങൾ എൻ്റെ ഈ ചെറിയ ഫോണിൽ എത്രത്തോളം മനോഹരമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്യാമറയിലൊക്കെ നല്ല DSLR ക്യാമറയൊക്കെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചകളും അവരുടെ ക്യാമറയിൽ പകർത്താൻ പറ്റിയ ഒട്ടനവധി ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഞങ്ങൾ കയറി പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഒരുപാട് മ്ലാവിനെയും കേഴനെയും ഒക്കെ കണ്ടിരുന്നു കേട്ടോ. അതിവിടെ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന വന്യമൃഗങ്ങളാണ്. പിന്നെ മുള്ളം പന്നി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോൾ ഒരു പ്രത്യേകതരം പാറ കണ്ടു കേട്ടോ. ആ പാറയുടെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അതിലിങ്ങനെ കൊത്തി എടുത്ത പോലെ നമ്മൾ നല്ല രീതി കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യുമ്പോൾ അതിൽ നല്ല മാർബിളിൻ്റെ മിനുസം പോലെ ഒരു പ്രത്യേക ഭംഗി ആ പാറ കാണാൻ. ഇങ്ങനെ കൊത്തി എടുത്തതുപോലെ ആരോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്ന വഴി ഒരുപാട് തരത്തിലുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊക്കെ കണ്ടു. അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ജീവികളുടെ കാഷ്ടങ്ങളൊക്കെ കാണാം. നമുക്ക് അറിഞ്ഞുകൂടാ അതെന്ത് ജീവികളുടെയൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ലെമൺ ഗ്രാസിൻ്റെ പുല്ലാണ് കേട്ടോ. പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ലാണ്. കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ലൊരു സുഗന്ധം, ആ ലെമൺ ഗ്രാസിൻ്റെ ആ പുൽത്തൈലത്തിൻ്റെ ഒരു സുഗന്ധം നമുക്ക് ആ പുല്ലിൽ നിന്ന് വരും. ഒന്നാമത് ചൂടായിരിക്കുമ്പോൾ ആ ഒരു സുഗന്ധം നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ അത് മാത്രമല്ല ഒട്ടുമിക്ക പുല്ലുകളും അവിടെ കരിഞ്ഞ അവസ്ഥയാണ്. എന്നാലും ചില മരങ്ങൾ അവിടെ ഇപ്പോഴും സമ്പുഷ്ടമായി വളരുന്നുണ്ട്. ഇത്ര ഏരിയയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ പോലും അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു നല്ലൊരു പേര ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പേരയിൽ കയറി ഞങ്ങൾ നല്ല പഴുത്ത പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ കാണിക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് അത്. അങ്ങനെ ഞങ്ങൾ പേരയ്ക്കൊക്കെ പറിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാവും ആരും എടുക്കത്തെ. അങ്ങനെ നടന്ന് പോകുമ്പോൾ അവിടെ മുള്ളം പന്നിയുടെ മുള്ളൊക്കെ കണ്ടു. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് കയറി വന്നിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്